ഹായ് എവരിവൺ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BSc മാത്തമാറ്റിക്സ് പ്രോഗ്രാമിൻ്റെ 4th സെമസ്റ്ററിലെ ലീനിയർ ഓൾജിബ്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊഡ്യൂൾ 2 വെക്ടർ സ്പേസ് എന്താണെന്നും വെക്ടർ സ്പേസിൻ്റെ എക്സാമ്പിൾസ് എന്താണെന്നും നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്, ആ എക്സാമ്പിൾസിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. ഒരു സെറ്റ് എപ്പോഴാണ് വെക്ടർ സ്പേസ് അല്ലാതിരിക്കുക എന്നതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം വെക്ടർ സ്പേസ് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത്. നമ്മൾ ആ സെറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യണം, 2 ഓപ്പറേഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യണം, ആക്സിയം 1ഉം 6ഉം ഈ സെറ്റും വിത്ത് 2 ഓപ്പറേഷൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ റിമൈനിങ് ആക്സിയംസും നമ്മൾ ചെക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന സെറ്റ് എന്ന് പറയുന്നത് V=R2 ആണ്. V=R2 ആണ്. ഇതാണ് നമ്മളുടെ സെറ്റ്. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, സെറ്റ് ഐഡൻറ്റിഫൈ ചെയ്തു. ഇതിലെ സ്കെലാർ മൾട്ടിപ്ലിക്കേഷനും വെക്ടർ അഡീഷനും എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം V=R2. അപ്പോൾ R2ൽ 2 എലമെൻസിനെ നമുക്കൊന്ന് എടുക്കാം. U, V ബിലോങ്സ് ടു R2. അപ്പോൾ ഈ 2 വെക്ടർ ഫോം ഏത് ഫോമിലായിരിക്കും എഴുതുക? U= എങ്ങനെ U1, U2 എന്നായിരിക്കും അല്ലേ ഫോം. V= ഇതിലെ വെക്ടേഴ്സിൻ്റെ ഫോം ഇങ്ങനെയായിരിക്കും, V1, V2 എന്നുമായിരിക്കും. ഇനി നമുക്കിതിൽ അഡീഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. വെക്ടർ അഡീഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് U+V, ദാറ്റ് ഈസ് V എന്ന് പറയുന്ന 2 എലമെൻറ്റ് നമ്മൾ R2ൽ എടുത്തു കഴിഞ്ഞാൽ U+V എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? U എന്ന് പറഞ്ഞാൽ U1, U2 പ്ലസ് V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1, V2. നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്, U1 + U2, V1 + V2. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് K എന്ന് പറയുന്നത് എനി സ്കെലാർ ആണ്. K is any scalar. Then scalar multiplication is defined like this. K into U is equal to KU1, 0. ഇതെല്ലാം ഒരു K ആണ് കേട്ടോ, സ്മോൾ ആണ് യൂസ് ചെയ്യുക നമ്മൾ. KU1, 0 ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എക്സാമ്പിൾ പറഞ്ഞുതരാം ഞാൻ. എക്സാമ്പിളിൽ U is equal to 2, 4 and V is equal to 3, 5 എന്നെടുത്തു. ഇങ്ങനെയാണെങ്കിൽ U+V എന്ന് പറയുന്നത് എന്ത് വരും? അതുപോലെ തന്നെ K = some 7 എന്നെടുത്തു. ഓക്കെ, U+V എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ് വെയ്റ്റ്സ് അഡീഷൻ ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. 2 + 3 ദാറ്റ് ഈസ് 5. അതുപോലെ 4+, ഇവിടെ ഞാൻ -5 ഇടുന്നുണ്ട് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 4 + -5, അതായത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 4 + -5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് -1 അല്ലേ. ഇതാണ് നമ്മളുടെ U+V. ദിസ് ഈസ് അഗെയിൻ ഇൻ R2. ഓക്കെ, ദെൻ നമുക്ക് KU എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? KU ദാറ്റ് ഈസ് ഈക്വൽ ടു, KUവിന് ഒരു പ്രത്യേകത ഉണ്ട്. KU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ കോർഡിനേറ്റിൻ്റെ കൂടെ, ആദ്യത്തെ കമ്പോണൻറ്റിൻ്റെ കൂടെ K മൾട്ടിപ്ലൈ ചെയ്യുന്നു, രണ്ടാമത്തെ കമ്പോണൻറ്റ് 0 ആണല്ലേ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരിക? 7U എന്ന് വരും അല്ലേ. അപ്പോൾ 7 ഇൻറ്റു ആദ്യത്തെ കമ്പോണൻറ്റ്, അതായത് 14 വരും. പിന്നെ വരുന്നത് 0 ആണ്. ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇവിടുത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ വെക്ടർ അഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കമ്പോണൻറ്റ് വൈസ് അഡീഷൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മളടുത്ത് തന്നിരിക്കുന്ന സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ സ്കെലാർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് കോർഡിനേറ്റ് ആരായി പോകുന്നുണ്ട്? 0 ആയി പോകുന്നുണ്ട്. അതാണ് ഇവിടുത്തെ സ്കെലാർ മൾട്ടിപ്ലിക്കേഷനായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി നമുക്കിതിൻ്റെ ആക്സിയംസ് എല്ലാം ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, നിങ്ങൾ നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് U+V എന്ന് പറയുന്നത് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് അഗെയിൻ ഒരു കോർഡിനേറ്റ് തന്നെയാണ് കിട്ടുന്നത്. ആ കോർഡിനേറ്റ് എവിടെ ഉണ്ട്? നമുക്ക് R2ൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് എന്ത് ഇവിടെ KU ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് 14, 0 അതൊരു കോർഡിനേറ്റ് ആണ്. അത് എവിടെ കിടക്കുന്നുണ്ട്? R2ൽ കിടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഇനി നമുക്ക് വേണ്ടത് ഇത് ഏത് ആക്സിയമാണ് ഇതിൽ തെറ്റിപ്പോണത് എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എപ്പോഴും ഏറ്റവും ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആക്സിയംസ് ആണ് ഞാൻ പറഞ്ഞു. ഇവിടുത്തെ വെക്ടർ അഡീഷൻ എന്താ? സാധാരണ കേസിലെ വെക്ടർ അഡീഷൻ ആണല്ലേ. അപ്പോൾ വെക്ടർ അഡീഷനിലെ ആക്സിയംസ് ഒക്കെ ഇത് ഹോൾഡ് ചെയ്യും. അപ്പം നമുക്ക് ഇവിടെ തെറ്റിപ്പോവാൻ സാധ്യതയുള്ളത് ഏതാ? സ്കെലാർ മൾട്ടിപ്ലിക്കേഷനിലാണ് ഒരു വെറൈറ്റി ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ സ്കെലാർ മൾട്ടിപ്ലിക്കേഷനിൽ ഏതോ ആക്സിയമാണ് തെറ്റിപ്പോണത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആക്സിയം ഉണ്ട്. എന്താ? 10th ആക്സിയം ഓർമ്മയുണ്ടോ? 10th ആക്സിയം എന്താ പറയുന്നത്? 1 × U = 1.
1 ഇൻറ്റു യു ഇസ് ഈക്വൽ ടു എന്താണ്, യു ആയിരിക്കണം എന്നാണ് പറയുന്നത്. യുവിനോട് കൂടെ 1 മൾട്ടിപ്ലൈ ചെയ്യാണ് യുവിൻ്റെ കൂടെ. അപ്പം ആരെ തന്നെ നമുക്ക് കിട്ടണം, യു എന്ന് പറയുന്ന ആളെ തന്നെ കിട്ടണം. അപ്പം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 1 ഇൻറ്റു യു, 1 ഇൻറ്റു യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് 1 ഇൻറ്റു u1, u2 എന്നല്ലേ. പക്ഷേ ഈ 1 ഒരു സ്കെലാറാണ്. സ്കെലാർ കൊണ്ട് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ എലമെൻറ്റ് 1 ഇൻറ്റു u1 എന്നായിട്ട് മാറും. രണ്ടാമത്തെ എലമെൻറ്റ് എന്തായി മാറും, 0 ആയി മാറും. അതായത് നമുക്ക് കിട്ടുന്ന ആൾ u1, 0 ആണ്. ഇത് നമ്മുടെ യുവിനോട് ഈക്വൽ ആണോ? യു നമുക്ക് എന്താ തന്നിട്ടുള്ളത്, u1, u2 അല്ലേ. ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു u1, u2. അതായത് 1 ഇൻറ്റു യു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടുന്നില്ല, യുവിനെ കിട്ടുന്നില്ല. സോ നമുക്കിവിടെ എന്ത് പറയാം, വി ഈസ് നോട്ട് എ വെക്ടർ സ്പേസ്. ഓക്കെ, വിത്ത് ദ സ്റ്റേറ്റഡ് ഓപ്പറേഷൻ. അതായത് വി എന്ന് പറയുന്ന സെറ്റ് ഈ ഓപ്പറേഷൻസിനോടൊപ്പം കൺസിഡർ ചെയ്യുമ്പോൾ അതെന്തല്ല, അതൊരു വെക്ടർ സ്പേസ് അല്ല. ഓക്കെ, നമുക്കൊരു എക്സാമ്പിളും കൂടെ നോക്കാം. 8th എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് an unusual vector space. An unusual vector space എന്താ നോക്കാം നമുക്കിവിടെ പറയുന്നത്. വളരെ രസകരമായിട്ടുള്ള ഒരു വെക്ടർ സ്പേസിന് എക്സാമ്പിളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നമുക്ക് എന്താ നോക്കാം. ഭയങ്കര രസമുണ്ട് വായിക്കാൻ. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ എന്തായാലും വായിക്കണം. നിങ്ങൾ നല്ലൊരു ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ആ ടെക്സ്റ്റ് ബുക്കിൽ ഓരോ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ലീനിയർ ഓൾജിബ്രയിൽ മാസ്റ്റേഴ്സാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. വി എന്ന് പറയുന്നത് തന്നിരിക്കുന്ന കാര്യം ഇതാണ്. ലെറ്റ് വി ബി ദ സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. ലെറ്റ് വി ബി ദ സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. നമ്മളിവിടെ പോസിറ്റീവ് റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റ് എടുത്തു. ഓക്കെ, ബി എന്ന് പറയുന്നൊരു പോസിറ്റീവ് റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ്. ഇനി ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് കേട്ടോ, പോസിറ്റീവ് റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റ്. നമ്മൾ ആദ്യം സെറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലെ വെക്ടേഴ്സ് എങ്ങനെയായിരിക്കും, യുവും വിയും പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും അല്ലേ. കെ എന്ന് പറയുന്നത് ഏതെങ്കിലും സ്കെലാർ ആയിരിക്കും. അതായത് നമ്മൾ യു വി എന്ന് പറയുന്ന 2 നമ്പേഴ്സ് എടുത്തു. ഏതെങ്കിലും 2 നമ്പേഴ്സ് ആയിരിക്കും. പോസിറ്റീവ് റിയൽ നമ്പറിലെ ഏതെങ്കിലും 2 എലമെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ കെ എന്ന് പറയുന്നത് ഏതോ ഒരു സ്കെലാറാണ്. കെ ബി എനി സ്കെലാർ. ഓക്കെ, നമ്മൾ ഡിഫൈൻ ഓപ്പറേഷൻസ് ഓൺ വി ടു ബി. അതായത് വെക്ടർ അഡീഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഡിഫൈൻ ഓപ്പറേഷൻസ് ടു ബി. നമ്മളെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ യു പ്ലസ് വി ഈക്വൽ ടു യു വി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ വെക്ടർ അഡീഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഇത് എന്ത് അഡീഷനാണ് എന്നൊന്നും ചിന്തിക്കേണ്ട. ഇത് തന്നിരിക്കുന്ന വെക്ടർ അഡീഷൻ നമ്മൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ഇവിടെ പറയുന്നത് യു വി എന്ന് പറയുന്ന 2 എലമെൻറ്റിൻ്റെ വെക്ടർ അഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ന്യൂമറിക്കൽ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, വെക്ടർ അഡീഷൻ ഈസ് എ ന്യൂമറിക്കൽ മൾട്ടിപ്ലിക്കേഷൻ. അങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി അടുത്തത് കെ ഇൻറ്റു യു ഈക്വൽ ടു നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നത് യു പവർ കെ. സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ഈസ് ന്യൂമറിക്കൽ എക്സ്പോണൻസിയേഷൻ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതിലൊക്കെ എങ്ങനെയാണ്, നമ്മൾ ഇതുവരെ പഠിച്ച് വന്ന കാര്യങ്ങൾ പോലെയല്ല, കുറച്ചും കൂടെ മാത്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ വലുതാണ്. നമ്മൾ വലിയ രീതിയിൽ ചിന്തിക്കാൻ പഠിക്കണം. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, 2 എലമെൻറ്റ് നമ്മൾ പിക്ക് ചെയ്തു. നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്യുന്ന വെക്ടർ അഡീഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ന്യൂമറിക്കൽ മൾട്ടിപ്ലിക്കേഷൻ. അതുപോലെ തന്നെ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ കെ ഇൻറ്റു യു എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇറ്റ് ഈസ് എ ന്യൂമറിക്കൽ എക്സ്പോണൻസിയേഷൻ ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊക്കെ ഇങ്ങനത്തെ വെറൈറ്റി അഡീഷനും സ്കെലാർ മൾട്ടിപ്ലിക്കേഷനും അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷനൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കാരണം വെക്ടർ നമ്മൾ മെട്രിസസിൻ്റെ അഡീഷൻ നമ്മൾ പഠിച്ചില്ലേ. അപ്പോഴും നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നു എന്നുള്ളത് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളൊന്ന് വെറൈറ്റി ആയിട്ടുള്ള സാധനം പഠിച്ചു എന്ന് ആലോചിക്കാത്തത്. അവിടെയും നമ്മൾ ആഡ് ചെയ്യുക, പക്ഷെ അവിടുത്തെ 2 കൺസെപ്റ്റുകളെ വേറെയല്ലേ. എന്നിട്ട് നമ്മൾ അതുപോലെ തന്നെ നമ്മളിവിടെയും ഒരു അഡീഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യണം, വെക്ടർ അഡീഷൻ. ഓക്കെ, ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ 2 എലമെൻ്റ് എടുത്തു കേട്ടോ, 1 അതുപോലെ തന്നെ 1, 2 എലമെൻ്റ് എടുത്തു, 1 1 എന്നെടുത്തു. അപ്പോൾ ഞാൻ 1 + 1 ചെയ്യാണ്. 1 + 1 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് അത് ഡിഫൈൻ ചെയ്യുന്നത്, 1 × 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്നാണ് കിട്ടുക. അതുപോലെ ഞാൻ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്യുന്നത് 2 എന്ന് പറയുന്നതാണ്. കെ ഈസ് ഈക്വൽ ടു 2 എടുത്തു. അതുപോലെ തന്നെ യു ഈസ് ഈക്വൽ ടു 1 എടുത്തു. അങ്ങനെയാണെങ്കിൽ 2 × 1 എന്ന് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്താ കിട്ടുക,
1 സ്ക്വയർ എന്നാണ് വരിക അല്ലേ. 1^2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, അതായത് വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരണോ. 2 + 3 = 2 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. ഇവിടെ നമുക്ക് k = 2 തന്നെ എടുക്കാം. 2 × 3 = എന്താ കിട്ടുക, 3 സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 9. ഓക്കെ, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ഇവിടെ നമ്മളെ വെക്ടർ സ്പേസിൻ്റെ 10 ആക്സിയംസും ഈ ഒരു സെറ്റും വിത്ത് ദീസ് 2 ഓപ്പറേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതാരാണ്, ഒരു വെക്ടർ സ്പേസ് ആണ്. വളരെ 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 സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്താ പറയുക, വളരെ വലിയ രസമുള്ളൊരു എക്സാമ്പിളാണ്. കാരണം നമ്മളെപ്പോഴും പഠിക്കുമ്പോൾ സാധാരണ രീതിയിലുള്ള വെക്ടർ സ്പേസുകളാണ് പഠിക്കുന്നത്. പക്ഷേ ഇതിലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കണ്ടന്റ് ഉണ്ട്. അതായത് ഇവിടെ നമ്മളുടെ അഡിറ്റീവ് ഐഡൻറ്റിറ്റിക്കൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്ന സെറ്റ് എന്താ, പോസിറ്റീവ് റിയൽ നമ്പേഴ്സാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലൊരു കൺസെപ്റ്റ്, ഇപ്പം ഞാൻ പഠിപ്പിച്ചപ്പോഴാണെങ്കിൽ നിങ്ങൾ മനസ്സിലൊരു കൺസെപ്റ്റ് പതിഞ്ഞു പോയിട്ടുണ്ടാവും, 0 ഈസ് ദ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സെറ്റിനനുസരിച്ച് അഡിറ്റീവ് ഐഡൻറ്റിറ്റിയും മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ആദ്യം ആക്സിയം 1ഉം 6ഉം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളുടെ വെക്ടർ അഡീഷൻ എന്ന് പറയുന്നത് u + v = u × v ആണ്. നിങ്ങൾ നോക്കുക, യുവും വിയും പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ്. അത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന നമ്പറും എന്തായിരിക്കും, ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആയിരിക്കും. സോ നമുക്ക് എന്ത് പറയാം, ആക്സിയം 1 ഹോൾഡ് ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് സ്കെലാർ മൾട്ടിപ്ലിക്കേഷനിൽ k × u = u⁻k എന്നാണ് കിട്ടിയത്. k എന്ന് പറയുന്ന ഒരു സ്കെലാർ ആണ്, u എന്ന് പറയുന്ന വെക്ടറാണ്, അതായത് ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്ത് കിട്ടുന്ന u⁻k എന്ന് പറയുന്ന എഗെയിൻ ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആക്സിയം 6ഉം ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി കമ്മ്യൂട്ടേറ്റിവിറ്റി, അതായത് u + v = എന്താ കിട്ടുക നമുക്ക്, u × v. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, v × u എന്ന് എഴുതാമല്ലോ. അതായത് ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് v + u. അതായത് കമ്മ്യൂട്ടേറ്റിവിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട്, കമ്മ്യൂട്ടേറ്റിവിറ്റി ഹോൾഡ്സ്. ഇനി u + v + u = u + v + uയിൽ നമ്മൾ vu എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഇതിനെ നമുക്ക് u × vu എന്ന് കൊടുക്കാം. ഇതൊക്കെ റിയൽ നമ്പേഴ്സ് ആണ്. ഇതിലൊക്കെ അസോസിയേറ്റിവിറ്റി ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നുണ്ട്. u × v × uവിനെ നമുക്ക് uv × u എന്ന്, സോറി ഞാൻ എന്താ എടുത്തത്, തെറ്റിപ്പോയി. ഞാൻ 3 ഒരേ നമ്പർ എടുത്തു അല്ലേ, അല്ല 2 ഒരേ നമ്പർ എടുത്തു അല്ലേ, സോറി. u + v + w 3 റിയൽ നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ u + v + wയിൽ നമ്മൾ വെക്ടർ അഡീഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ vw എന്ന് കിട്ടും. ഇവിടെ നമ്മൾ വെക്ടർ അഡീഷൻ കൊടുത്തു കഴിഞ്ഞാൽ uvw എന്ന് കിട്ടും. ഇത് റിയൽ നമ്പറാണ്. റിയൽ നമ്പറിൽ എപ്പോഴും ഒരു അസോസിയേറ്റിവിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ uv ചെയ്തിട്ട് w ചെയ്താൽ നമുക്ക് റിയൽ നമ്പറിൽ സെയിം ആണ്. അപ്പോൾ ഇവിടെ u × v എന്ന് പറയുന്ന വെക്ടർ അഡീഷൻ തിരിച്ചിടുക, u + v, സോറി അങ്ങനെയല്ല, ഇതൊരു നമ്പറായിട്ടും ഇത് എഗെയിൻ അടുത്ത നമ്പറായിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, u × v + w എന്ന് എഴുതാമല്ലോ. എഗെയിൻ നമ്മൾ ഇവിടെയും കൂടെ നമ്മളെ വെക്ടർ അഡീഷൻ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ u + v + w എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, അസോസിയേറ്റിവിറ്റി ഹോൾഡ് ചെയ്യുന്നൊന്ന് കിട്ടി. ഇനി ആക്സിയം, അതായത് ആക്സിയം 2 പറഞ്ഞു, ആക്സിയം 3 പറഞ്ഞു. ഇനി ആക്സിയം 4 എന്ന് നോക്കാം. ഇവിടെയാണ് വളരെ ഒരു ട്വിസ്റ്റ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ്. ഇവിടെ 0 ഉണ്ടോ, 0 പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്, ഇവിടെ 0 ഉണ്ടോ, ഇല്ല. 0 ഇല്ല എന്ന് കരുതിയിട്ട് ഇത് എന്താവില്ല എന്ന് പറയാൻ പറ്റും നമുക്ക്, വെക്ടർ സ്പേസ് ആവില്ല എന്ന് പറയാൻ പറ്റുമോ, ഇല്ല. നമുക്ക് തന്നിരിക്കുന്ന സെറ്റിൽ ഒരു കണ്ടീഷൻ ഐഡൻറ്റിഫൈ ചെയ്യണം നമ്മൾ. ഏത് കണ്ടീഷനാണ് നമുക്ക് വേണ്ടത്, അവിടെ ഒരു എലമെൻറ്റിന് എക്സിസ്റ്റ് ചെയ്യണം. ദർ എക്സിസ്റ്റ് ആൻ എലമെൻറ്റ് ലൈക്ക് 0 സച്ച് ദാറ്റ് u + 0 = 0 + u = u ആയിട്ടുള്ള ഒരു എലമെൻ്റ് ഉണ്ടോ, ആ എലമെൻറ്റിനെയാണ് നമ്മൾ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അത് എപ്പോഴും 0 എന്ന് പറയുന്ന നമ്പർ ആവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സിൽ നമുക്ക് 0 ഉണ്ടോ, ഇല്ല. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കുക, ഞാൻ ഇവിടെ ഒരു ഓപ്പറേഷൻ ചെയ്തു. ഇത് നമ്മളുടെ ആക്സിയമാണ് കേട്ടോ. ഓക്കെ, നമ്മളുടെ വെക്ടർ അഡീഷൻ എന്താണ്, u + v = uv എന്നാണ് നമ്മളുടെ വെക്ടർ അഡീഷൻ. അതായത് നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ, അതായത് നമ്മളുടെ അഡിറ്റീവ് ഐഡൻറ്റിറ്റിയുടെ
എലമെൻസിൻ്റെ എക്സിസ്റ്റൻസിൻ്റെ കണ്ടീഷൻ എന്താണ്? യു പ്ലസ് 0 ഈക്വൽ ടു യു ആയിരിക്കണം. അപ്പോൾ യു പ്ലസ് ഒരു നമ്പർ ഈക്വൽ ടു യു കിട്ടുന്ന ഒരു നമ്പർ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. നമുക്കിവിടെ യു പ്ലസ് 1 ഒന്ന് ചെയ്ത് നോക്കാം. യു പ്ലസ് 1 ഈക്വൽ ടു എന്താ കിട്ടുക? യു ഇൻറ്റു 1 എന്ന് കിട്ടും അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു യു. അതായത് യു പ്ലസ് ഒരു എലമെൻറ്റ് ചെയ്തപ്പോൾ നമുക്ക് ആരെ തന്നെ കിട്ടി? യു തന്നെ കിട്ടി. അപ്പോൾ ഈ 1 എന്ന് പറയുന്നതാണ് ആര്? നമ്മളുടെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന 0 വെക്റ്റർ. ഓക്കെ, അതായത് the 0 vector in the space is the number 1. അതായത് ഇവിടുത്തെ 0 എന്ന് പറയുന്ന ആൾ ആരാണ്? 1 ആണ്. 0 മീൻസ് നമ്മളുടെ നമ്പർ 0 അല്ല കേട്ടോ. ഇറ്റ് ഈസ് ദ 0 അഡിക്റ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നതിൻ്റെ നൊട്ടേഷനാണ് 0 എന്ന് പറയുന്നത്. അത് നമ്മൾ മിക്കവാറും സെറ്റുകളിലൊക്കെ എന്തായിരിക്കും? 0 തന്നെയായിരിക്കും. നമ്പേഴ്സ് പോലെയുള്ള സെറ്റുകളിൽ മെട്രിക്സസ് ആണെങ്കിൽ 0 മെട്രിക്സ് ആയിരിക്കും വരിക. മെട്രിക്സ് വിത്ത് അഡീഷൻ ആണെങ്കിൽ നമുക്ക് 0 ആയിരിക്കും വരിക. അപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഓപ്പറേഷൻസിനനുസരിച്ച് അത് മാറുമെന്നാണ് ഈ ഒരു എക്സാമ്പിൾ നമുക്ക് കാണിച്ചു തരുന്നത്. ഇവിടെ നമുക്ക് 1 ആണ് 0 വെക്ടറായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു കാര്യം. ഇനി നമുക്ക് ഇതാണ് നമ്മൾ ആക്സിയം. അപ്പം എന്തുണ്ട്? അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ട്. ആക്സിയം എത്രയായിരുന്നു? ഇത് 3 ഹോൾസ്. ഇനി നമുക്ക് നാലാമത്തെ ആക്സിയം എന്താ? 4 ആണെന്ന് തോന്നുന്നു അല്ലേ? ആക്സിയം 4 ആണ്. ഇനി അഞ്ചാമത്തെ ആക്സിയം എന്താണ്? അഞ്ചാമത്തെ ആക്സിയം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഓഫ് ദ വെക്ടർ അല്ലേ? അതായത് യു ഏതൊരു എലമെൻറ്റ് യു ഇൻ വിയിൽ എടുത്തു കഴിഞ്ഞാലും മറ്റൊരു എലമെൻറ്റ് യു ഇൻ വിയിൽ ഉണ്ടായിരിക്കണം. സച്ച് ദാറ്റ് എങ്ങനെ പറയാം? യു പ്ലസ് മൈനസ് യു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടണം? അഡിറ്റീവ് ഐഡൻറ്റിറ്റി. ഇതാണ് നമ്മളുടെ ആക്സിയം 5 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു വെക്ടർ ഉണ്ടോ? നമ്മൾ യു എന്ന് പറയുന്ന ഒരു എലമെൻറ്റിനെ RL പോസിറ്റീവ് റിയൽ നമ്പറിൽ നിന്ന് എടുത്തു. യു എന്ന് പറയുന്ന ആളെ പോസിറ്റീവ് റിയൽ നമ്പറിൽ നിന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ അതിനോട് ഏതോ ഒരു എലമെൻറ്റ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടണം? അഡിറ്റീവ് ഐഡൻറ്റിറ്റിയായ 1 കിട്ടണം. അപ്പോൾ ഈ മൈനസ് യു ആരായിരിക്കും? 1/u ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. യു പ്ലസ് 1/u, അതായത് 2 റിയൽ നമ്പർ എടുത്ത് ആഡ് ചെയ്തു. യു പ്ലസ് 1/u ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? യു ഇൻറ്റു 1/u എന്നാണ് നമ്മളുടെ ഡെഫിനിഷൻ. അപ്പോൾ യു ഇൻറ്റു 1/u എന്ന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? 1 കിട്ടും. അതായത് യുവിനോടൊപ്പം മറ്റൊരു, അതായത് യു എന്ന് പറയുന്ന വെക്ടറിനോടൊപ്പം മറ്റൊരു വെക്ടറിനെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അഡിറ്റീവ് ഐഡൻറ്റിറ്റി കിട്ടി. ഈ ഒരു സെറ്റിലെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി കിട്ടി. അതുകൊണ്ട് തന്നെ നമ്മളുടെ നെഗറ്റീവ് ഓഫ് ദ വെക്ടർ ആരാണ് ഇവിടെ? 1/u ആണ്. ഓക്കെ, നെഗറ്റീവ് ഓഫ് എ vector is 1/u. that is its reciprocal, that is minus u equal to 1/u. okay, അപ്പോൾ ആക്സിയം 5 ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി ആക്സിയം 6 നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ആക്സിയം 7 എന്താണ്? കെ പ്ലസ് എം. കെയും എമ്മും സ്കെലാസ് ആണ്. കെ പ്ലസ് എം ഇൻറ്റു യു ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? യു റേസ് ടു കെ പ്ലസ് എം എന്ന് പറയാം അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു യു റേസ് ടു കെ ഇൻറ്റു യു റേസ് ടു എം. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? യു റേസ് ടു കെ മീൻസ് കെ ഇൻറ്റു യു പ്ലസ്, അതുപോലെ തന്നെ യു റേസ് ടു എമ്മിനെ നമുക്ക് കെ എം എന്ന് എഴുതാം അല്ലേ? ഓക്കെ, അപ്പോൾ കെ പ്ലസ് എം ഇൻറ്റു യു ഇസ് ഈക്വൽ ടു ഓക്കെ, നമുക്ക് യു റേസ് ടു കെ പ്ലസ് എമ്മിനെ നമുക്ക് യു റേസ് ടു കെ ഇൻറ്റു യു റേസ് ടു എം എന്ന് എഴുതിക്കൂടെ? എക്സ്പോണൻഷ്യലിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച്. അപ്പോൾ യു റേസ് ടു കെനെ നമുക്ക് കെ ഇൻറ്റു യു എന്ന് എഴുതാം. അതുപോലെ തന്നെ യു റേസ് ടു ബൈ ദ ഡെഫിനിഷൻ ഓഫ് സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ അത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് യു പ്ലസ് വി ഇൻറ്റു കെ ഈക്വൽ ടു, ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? യു, ഒരു മിനിറ്റ്, കെ ഇൻറ്റു യു പ്ലസ് വിനെ നമുക്ക് യു പ്ലസ് വി ദ ഹോൾ പവർ കെ എന്ന് എഴുതാം അല്ലേ? ഇവിടെ യു പ്ലസ് വി എന്ന് പറഞ്ഞ വെക്ടർ അഡീഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? യു വി ദ ഹോൾ പവർ കെ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു യു പവർ കെ വി പവർ കെ എന്ന് എഴുതാൻ പറ്റും. ഇനി യു പവർ കെനെ നമ്മൾ ബൈ വെക്ടർ
യു പവർ കെ ഇൻറ്റു വി പവർ കെനെ നമുക്ക് വെക്ടർ അഡീഷൻ വെച്ചിട്ട് യു പവർ കെ പ്ലസ് വി പവർ കെ എന്ന് എഴുതാമല്ലോ. ഇനി യു പവർ കെൻ്റെ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്കിതിനെ കെ യു പ്ലസ് കെ വി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ കെ ഇൻറ്റു യു പ്ലസ് വി ഈക്വൽ ടു കെ യു പ്ലസ് കെ വി എന്ന് കിട്ടി. ഇനി അടുത്തൊരു ഈ ഒരു കാര്യം പിന്നെ ഉള്ളത് കെ ഇൻറ്റു എം യു ഈക്വൽ ടു ഇങ്ങനെ തന്നെയായിരുന്നില്ലേ, കെ ഇൻറ്റു എം യു ഈക്വൽ ടു കെ ഇൻറ്റു യു പവർ എം എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, യു ഇൻറ്റു എഗെയിൻ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുക, യു ഇൻറ്റു എം പവർ കെ. ഇതിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊക്കെ ഇടാം, കുഴപ്പമൊന്നുമില്ല. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, യു ഇൻറ്റു കെ എം എന്ന് എഴുതാം. അതിന് നമുക്ക് എഗെയിൻ എം ഇൻറ്റു യു പവർ കെ എന്ന് എഴുതാം. ദറ്റ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു കെ യു എന്ന് എഴുതാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ എല്ലാ ആക്സിയംസും ഹോൾഡ് ചെയ്തു. അങ്ങനെ ഈ ഒരു സെറ്റ് വിത്ത് ദീസ് ഓപ്പറേഷൻസ് ഈ എല്ലാ ആക്സിയംസും ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വെക്ടർ സ്പേസ് ആണ്, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സാമ്പിൾ ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസാണ് പറയാനുള്ളത്. പ്രോപ്പർട്ടീസ് അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക്